കൊച്ചി കാക്കനാട് കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണുവെങ്കിലും അപകടം ഒഴിവായി. വിജിത വിവരങ്ങൾ നൽകുന്നു, ദൃശ്യങ്ങൾ നൽകുന്നു. എന്താണ് സംഭവിച്ചത്? ഏകദേശം ഇന്ന് 2:30 കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ബ്രഹ്മപുരത്തിൽ നിന്നും കളമശ്ശേരിയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ ട്രാൻസ്ഫോമർ കാക്കനാട് ഇൻഫോ പാർക്ക് ഗേറ്റിന് സമീപത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് ഈ ട്രാൻസ്ഫോമർ വീണ് ഒരു അപകടം ഉണ്ടായത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പരിസരത്തൊന്നും ഈ ഒരു ട്രാൻസ്ഫോമർ വീഴുന്ന സമയത്ത് പരിസരത്തൊന്നും വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഒഴിവായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഓഫീസെല്ലാം വിടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് അവിടെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ ഒരു വശത്തുകൂടെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണുകയും ചെയ്തു. എന്തായാലും സ്കൂളും ഇൻഫോ പാർക്ക് ഓഫീസെല്ലാം ഉള്ളതാണ്. ഓഫീസെല്ലാം വിടുന്ന സമയത്ത് വലിയ രീതിയിൽ ഒരു ഗതാഗത കുരുക്ക് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അത് ചെറിയ രീതിയിൽ പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ എടുത്ത് ക്രെയിനുകൾ കൊണ്ട് ഉപയോഗിച്ച് വേറൊരു ലോറിയിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നുണ്ട്. എന്തായാലും ഈ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുകൊണ്ടാണ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ ട്രാൻസ്ഫോമർ വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊപ്പം ഒരുപാടധികം വലിയ ടാങ്കർ ലോറികൾ അടക്കം പോകുന്ന ഇരുമ്പനം ഭാഗത്തേക്കെല്ലാം തന്നെ ടാങ്കർ ലോറികൾ അടക്കം പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഈ സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ വാഹനങ്ങളും തിരക്കും ആളും ഒക്കെയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം ഒഴിവായത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആർക്കും അപകടമൊന്നും അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗതാഗത കുരുക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതും പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ട്രാൻസ്ഫോമർ മാറ്റാനുള്ള നടപടികളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ശരി വിജിത. കൊച്ചി കാക്കനാട് കൂറ്റൻ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണു. കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്ന വഴിയാണ് ട്രാൻസ്ഫോമർ വീണത്. റോഡിൽ മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അപകടം ഒഴിവായി.